പണ്ട് കിട്ടിക്കൊണ്ടിരുന്നത് കുറച്ചുകൂടെ ഒരു ക്വാളിറ്റി കൂടി ഇൻഫർമേഷൻ ആയിരുന്നു. നമുക്ക് അങ്ങനെ ഒരു ഡിഫറൻസിയേഷൻ കൊണ്ടുവരാൻ പറ്റുമായിരിക്കും. ഇപ്പം നമ്മളൊരു കടലിൽ മുങ്ങിക്കിടക്കുകയാണ്. ഇപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ 10 ചോദ്യങ്ങൾ പുറകെ വരും. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു ട്രസ്റ്റ് ചെയ്യാം, ഹൂ ടു ട്രസ്റ്റ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻഫർമേഷൻ ഓവർലോഡാണ് ഇന്നത്തെ ഏറ്റവും വലിയ കുഴപ്പം. ഒരു ഇൻഫർമേഷൻ വിത്തൗട്ട് ആക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എൻ എൻ്റർടൈൻമെൻറ്റ്. യെസ്, നമ്മൾ ഡിസിഷൻസ്, ചോയ്സസ് അങ്ങനെ ഉള്ള ഒരു തലത്തിലുള്ള ബുക്കുകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പഴയ എപ്പിസോഡ് കണ്ടിട്ടിലേക്ക് കാണാനുള്ള ഒരു പ്രോംപ്റ്റാണിത്. അപ്പം ആ ഇതിൽ തന്നെ വരുന്നൊരു ബുക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ആളുകൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്നത് നോളജ് ഓവർലോഡാണ്. ഇൻ്റർനെറ്റിൻ്റെ ഒരു അതിപ്രസരം കാരണം നമുക്ക് എല്ലാത്തിനും ഇൻഫർമേഷൻ ഉണ്ട്. ആരാ എക്സ്പേർട്ട്, ആരാ കറക്റ്റ്, എന്താ കറക്റ്റ് എന്ന് ഉള്ള ഡിസിഷൻ മേക്ക് ചെയ്യലാണ് ഇപ്പോൾ ഏറ്റവും ബുദ്ധിമുട്ട്. ദർ ഇസ് നോ സ്കേഴ്സിറ്റി ഓഫ് ഇൻഫർമേഷൻ. അതെ, എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ളൊരു ബുക്കാണ് ഇത് ടു ബിഗ് ടു നോ ബൈ ഡേവിഡ് വെയിൻബർഗർ. ടു ബിഗ് ടു നോ ഇത് ലിറ്ററലി ആ ഇൻ്റർനെറ്റ് യുഗത്തിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ബുക്കാണത്. എന്തുകൊണ്ടാണ് ഈ ബുക്ക് ശ്യാം ചൂസ് ചെയ്തത്, എന്താണ് ശ്യാമിൻ്റെ ലൈഫിൽ ഈ ബുക്ക് കൊണ്ടുണ്ടായത് ഒരു ഇമ്പാക്റ്റ്? നമ്മളിപ്പോൾ പറയില്ലേ ജീന, ഈ ബുക്കിൻ്റെ ഒരു പൊരുൾ ഈ പറഞ്ഞ പോലെ ഇദ്ദേഹം ഒരു ഇൻ്റർനെറ്റ് ഫിലോസഫറാണ്. അപ്പോൾ ഇൻഫർമേഷൻ ഓവർലോഡ് തന്നെ. ഇപ്പോൾ നമ്മൾ ഒരു തീരുമാനം എടുക്കുമ്പോൾ നമ്മളെടുക്കുന്ന തീരുമാനം ശരിയാണെന്ന് എപ്പോഴും സംശയിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ള ആളുകളിനെ സോഴ്സ് ചെയ്യാനായിട്ട് പോണത്. പക്ഷേ അങ്ങനെ ചെല്ലുമ്പോൾ ഒരു കാലം തൊട്ട് നമ്മളെല്ലാവരും ഇൻ്റർനെറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഡിസിഷൻ എടുക്കാനായിട്ട്. ഇപ്പോഴും നമ്മൾ സെർച്ച് ചെയ്യണു, ഗൂഗിൾ ചെയ്യണു, അല്ലെങ്കിൽ ഇപ്പോൾ ChatGPT ഉണ്ട്, അല്ലെങ്കിൽ ബാക്കി AI ടൂൾസ് ഉണ്ട്. പക്ഷേ നമ്മൾ എത്ര തപ്പിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്കൊരു ഉത്തരം കിട്ടില്ല. അല്ലെങ്കിൽ പണ്ട് നമുക്കൊരാളുണ്ടായിരുന്നു എന്തിനും ചോദിക്കാനായിട്ട്. ഇപ്പോൾ നമുക്കൊരു ഓരോ മേഖലകളിലും എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ അവർ എഴുതി വെച്ചിട്ടുള്ള പുസ്തകങ്ങൾ. അപ്പം ഇതിനെ എല്ലാം ബേസ് ചെയ്തിട്ടായിരുന്നു അന്നത്തെ അല്ലെങ്കിൽ ഒരു കാലഘട്ടം മുമ്പ് വരെയുള്ള മനുഷ്യൻ്റെ ചിന്തകളും തീരുമാനങ്ങളെല്ലാം പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് ഇറ്റ്സ് ലൈക്ക് എൻ ഓഷൻ. ഇപ്പം നമ്മളൊരു കടലിൽ മുങ്ങിക്കിടക്കുകയാണ്. ഇപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ 10 ചോദ്യങ്ങൾ പുറകെ വരും. ഇപ്പോൾ ഈ ChatGPT തന്നെ ആൽഗോരിതം ഒരു സ്ട്രക്ചർ ചെയ്തേക്കണത് അങ്ങനെയല്ല. നമുക്കൊരു ഇൻഫർമേഷൻ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് താഴെ ഒരു ആൻസർ ഉണ്ടാവും. പിന്നെ നമ്മളെ പ്രോംപ്റ്റ് ചെയ്യാണ് അടുത്ത ക്വസ്റ്റ്യന് വേണ്ടിയിട്ട്. അപ്പം നമുക്കൊരു ആൻസർ എന്ന് പറയുന്ന സംഭവത്തിലേക്ക് നമ്മൾ ഒത്തിരി എത്തില്ല. നമ്മൾ വീണ്ടും കൺഫ്യൂസ്ഡ് ആയിക്കൊണ്ടിരിക്കുക. ആ ഒരു വെരി കയോട്ടിക് ആയിട്ടുള്ള ലോകത്താണ് ജീവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പണ്ട് ഒരു ഫിൽറ്റേർഡ് നോളജ് നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഫിൽറ്റേർഡ് നോളജ് ഇല്ല. നമ്മൾ ഇൻഫർമേഷൻ ഓവർലോഡാണ് ഇന്നത്തെ ഏറ്റവും വലിയ കുഴപ്പം. 3 കാര്യങ്ങളുണ്ട്. ഒന്നൊരു ഇൻഫർമേഷൻ, അതായത് നമ്മൾക്ക് ഇപ്പോൾ ഈ കാണണ യെസ് ഓർ നോ ടൈപ്പ് പോലെ നമുക്ക് ക്യാപ്സ്യൂളായിട്ട് കിട്ടുന്ന സംഭവങ്ങൾ ഇൻഫർമേഷനാണ്. പിന്നെ ഒരു നോളജ് ഉണ്ട്. ഇപ്പോൾ ആ ഇൻഫർമേഷനും കുറച്ചൊരു എക്സ്പീരിയൻസും കൂടി ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് അതിനൊരു നോളജ് എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ഇത് രണ്ടും കൂടാതെ ഇത് രണ്ടും വെച്ച് ജീവിക്കുന്ന ആളുകളുണ്ടാവാം. അതിന് നമുക്ക് വിസ്ഡം ഉള്ള ആളുകളെന്ന് പറയാം. അപ്പോൾ നമുക്ക് ഇത് അന്നെല്ലാം പല ആളുകളിലുണ്ടായിരുന്നത് ഇന്നൊരു മെസ്സി സിറ്റുവേഷനാണ് അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷനിലായിരിക്കാം ചിലപ്പോൾ. ഞാൻ നമ്മുടെ ലൈബ്രറിയിൽ നിന്ന് കിട്ടിയൊരു പുസ്തകമായിരുന്നു. പക്ഷെ എനിക്ക് ആ ഒരു ടൈറ്റിൽ കണ്ടപ്പോൾ എനിക്ക് ഇൻട്രിഗിങ് ആയിട്ട് തോന്നിയിട്ട് ഞാൻ എടുത്ത ബുക്കാണ് ടു ബിഗ് ടു നോ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്തായിരുന്നു ടു ബിഗ് ടു നോ? ശരിയാണ്, ഈ ലോകം തന്നെ നമുക്ക് അങ്ങനെ ഒരു ഒറ്റ ഉത്തരത്തിൽ പറയാൻ പറ്റാത്ത അത്രയ്ക്കും വലിയൊരു ചോദ്യം. അല്ലെങ്കിൽ നമുക്ക് ഇറ്റ്സ് ടു ബിഗ് ടു നോ. നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ പണ്ടത്തെ ഇല്ലാത്ത ഒരവസ്ഥയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വേർ വി ലിമിറ്റഡ്. നമുക്കിപ്പോൾ ബുക്ക് കിട്ടുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ രീതി ചിന്തിക്കുകയാണ്. ഇപ്പോൾ ബുക്ക് കിട്ടുക ഒന്നൊരു ലൈബ്രറി പോകണം, അല്ലെങ്കിൽ നമ്മൾ സ്കൂളോ കോളേജോ അങ്ങനെ അവിടെ എവിടെയെങ്കിലും നമുക്ക് കിട്ടുന്ന പാഠപുസ്തകങ്ങൾ, ഈ ഒരു ലിമിറ്റഡ് നോളജ് ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് നമ്മൾ എക്സ്പേർട്സ് ഡയറക്റ്റായിട്ട് നമ്മളോട് സംസാരിക്കുന്നു ത്രൂ ഇൻ്റർനെറ്റ്. നമുക്ക് ഇൻസ്റ്റഗ്രാം പണ്ഡിതന്മാരുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിയുമ്പം നമ്മൾ പണ്ട് ഒരു ഡിപ്രൈവ്ഡ് ഓഫ് ഇൻഫർമേഷൻ ആയിരുന്നോ, ഓർ ക്യാൻ വി സേ ദാറ്റ് ദി ഇൻഫർമേഷൻ ദാറ്റ് വി ഹാഡ് ഇൻ ദ പാസ്റ്റ്, നമുക്ക് പണ്ട് കിട്ടിക്കൊണ്ടിരുന്നത് കുറച്ചുകൂടെ ഒരു ക്വാളിറ്റി കൂടി ഇൻഫർമേഷൻ ആയിരുന്നു. നമുക്ക് അങ്ങനെ ഒരു ഡിഫറൻസിയേഷൻ കൊണ്ടുവരാൻ പറ്റുമായിരിക്കും. പണ്ട് നമുക്ക് ലിമിറ്റഡ് ഇൻഫർമേഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നമ്മളൊരു സബ്ജക്റ്റിനെ പറ്റിയിട്ടാണെങ്കിൽ അതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള എഴുതുന്ന ഒരു ബുക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്ന് വിചാരിക്കാം. ആ ഇൻഫർമേഷൻ തന്നെ ഫിൽറ്റേർഡ് ആയിട്ട് നമുക്ക് വരുന്നത്. കാരണം ഇപ്പോൾ ഒരു പുസ്തകമാണെങ്കിൽ അതിലൊരു എഡിറ്റർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ശരിയാ, അദ്ദേഹമാണ് തീരുമാനിക്കുന്നത് ഏതാണ് ആളുകളിലേക്ക് എത്തേണ്ടത് എന്നുള്ളത്. ഇപ്പോൾ പണ്ടത്തെ ഒരു TV ആണെങ്കിലും ന്യൂസുകളെല്ലാം വന്നുകൊണ്ടിരിക്കുന്ന ഒരു എഡിറ്റർ
ഡിസ്റ്റോർട്ടഡ് വേർഷനാണ്. ഇന്ന് ഇറ്റ്സ് മോർ സോർട്ട് ഓഫ് ലൈവ് ആണ്, ആർക്കും എന്തും ഇൻഫർമേഷൻ പകരം. ഇപ്പോൾ ഒരു കാര്യത്തിന് തന്നെ ഒരു 10 നെറേറ്റീവ് ഈസിലി നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ ആ ഇൻഫർമേഷൻ ഡിപ്രൈവ്ഡ് അല്ല. അന്ന് ഇൻഫർമേഷൻ ഡിപ്രൈവ്ഡിനേക്കാളും അതിന് ഇത്തിരി കൂടി ഒരു മെച്യൂർഡ് ഇൻഫർമേഷൻ ആയിട്ടാണ് കാണുന്നത്. നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ എന്നായിരുന്നു ഈ ഓതർ കാണുന്നത്. പക്ഷേ നമുക്കൊരു ഡിഫറെന്റ് ഒപ്പീനിയനിൽ വേണമെങ്കിൽ പറയാം. ഐ ഡോണ്ട് ബിലീവ് ഇപ്പൊ നമുക്ക് ഇൻഫർമേഷൻ ഏത് രീതിയിൽ വേണമെങ്കിൽ എടുക്കാം. ഇപ്പൊ നമ്മൾ എന്തിനെ പറ്റിയിട്ടും എത്ര ലെവൽ ഇൻഫർമേഷൻ ഉണ്ട് അല്ലെ. ഇപ്പൊ ഡയറ്റിനെ പറ്റിയിട്ട് പറയുന്നത്, പോഡ്കാസ്റ്റിനെ പറ്റി പറയുന്നത്, നമുക്ക് ഏത് മൈക്രോ ലെവൽ ഇൻഫർമേഷനും വേണമെങ്കിൽ പോവാം. പക്ഷെ അതിന്റെ ഒരു പ്രശ്നം നമ്മളിങ്ങനെ സർഫ് ചെയ്തുകൊണ്ടിരിക്കാം. നമുക്ക് വി ഡോണ്ട് ഗെറ്റ് ഇൻ ടു എവിടെയും നമുക്കൊരു ഡീപ്പ് നോളജ് ഇല്ല, അല്ലെങ്കിൽ ഒരു നമ്മൾ എത്തിച്ചേരുന്നില്ല. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളടുത്ത് ചോദിച്ച പോലെ, നിങ്ങൾ ഒക്കെ ഇത്രയും 2 ദിവസം ഇത്രയും മണിക്കൂർ നിങ്ങൾ ഇന്റർനെറ്റിന് മുമ്പിൽ ഫോണിലോ യൂട്യൂബിലായിരുന്നു, പക്ഷെ വാട്ട് ഡിഡ് യു ഗെയിൻ ഫ്രം ഇറ്റ്? എന്താണ് അവർക്ക് നേടിയത്? അല്ലെങ്കിൽ എന്തെങ്കിലും അവരൊരു പെർസ്പെക്റ്റീവ് ചേഞ്ച് ആയിട്ടുണ്ടോ? അതിന് ഉത്തരവില്ല. അതെ, ഞാൻ മക്കളോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പിള്ളേർ ടി വി കാണുമ്പോൾ ചോദിക്കും, ഞാൻ ടി വി ഓഫ് ചെയ്യുമ്പോൾ ചോദിക്കും, എന്താ നിങ്ങൾ പഠിച്ചതെന്ന് ചോദിക്കും. ഒന്നുമില്ല പ്രത്യേകിച്ച്. നമ്മളൊരു പറയാറുള്ള പോലെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻ വിത്തൗട്ട് ആക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എൻ എൻ്റർടൈൻമെൻറ്റ്. നമ്മളൊരു ആസ്വദിക്കാനായിട്ട് നമുക്കൊരു അറിവ് കിട്ടണത് നമുക്കൊരു പ്ലഷറാണ് എപ്പോഴും. പക്ഷേ അതിനെ നമുക്കൊരു യൂസ്ഫുൾ ആവാത്ത രീതിയിൽ ഉപയോഗിച്ച് എന്നാൽ റാൻഡം കുറേ ഇൻഫർമേഷൻ നമ്മൾ ഓവർലോഡ് ചെയ്തിട്ട് നമ്മൾ ബ്രെയിനിനെ കൺഫ്യൂസ്ഡ് ആക്കിയിട്ട് മറ്റേ അത് പറയാറുള്ള പോലെ ബേജാറാക്കിയിട്ട് വലിയ കാര്യമില്ലല്ലോ. എനിക്ക് തോന്നുന്നു നമ്മൾ ആ ഒരു ഹ്യൂമൻ പ്രസൻസ്, അല്ലെങ്കിൽ ഒരു കമ്പൈൻ സ്റ്റഡി എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ടീച്ചറിൻ്റെ അടുത്ത് പോയിട്ട് ഒരു കാര്യം ചോദിക്കുക, ഒരു ഹ്യൂമൻ പ്രസൻസ് ഇല്ലാതെ ആവുന്നത് ഒരു പ്രശ്നം തന്നെയാണ്. കാരണം 2 പ്രശ്നമുണ്ട്. ഒന്ന്, നമുക്ക് ടു മച്ച് ഇൻഫർമേഷൻ ഉണ്ട്. പക്ഷേ ഇൻഫർമേഷൻ സീക്ക് ചെയ്യണ ആൾക്ക് എന്ത് ഇൻഫർമേഷനാണ് വേണ്ടത് എന്ന്, അല്ലെങ്കിൽ എന്ത് നോളജ് ആണ് വേണ്ടത് എന്ന് ക്ലാരിറ്റി ഇല്ല. സത്യം, അത് ശരിയാണ്. ഇപ്പോൾ ലിജിൻ ഒരു സബ്ജക്ട് റാൻഡ്, അപ്പോൾ ലിജിൻ പറയണത് എങ്ങനെ ഒരു ട്രസ്റ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ പറ്റിയിട്ട് നോക്കുകയാണ്, സെർച്ച് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ ലിജിൻ ചെന്ന് ചെല്ലണത് ഒരു കടലിന്റെ മുമ്പിലാണ്. അതിനൊരു അൺലിമിറ്റഡ് ആണ്. അല്ലെങ്കിൽ എന്താണ് ഒരു മൈക്രോ പ്രോബ്ലത്തിന് നമുക്കൊരു യെസ് ഓർ നോ സൊല്യൂഷൻ നമുക്ക് എപ്പോഴും കിട്ടുന്നില്ല എന്ന് പറയുന്ന പോലെ ഇതൊരു വാസ്റ്റ് നോളജിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലിജിൻ ഒരു പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, ഒരു സർവീസ് ആയിക്കോട്ടെ, അതിൻ്റെ ഒരു മൾട്ടിപ്പിൾ വേരിയൻസ് ഓഫ് ആംഗിളിലേക്ക് നമ്മൾ പോകണ പോലെ വലിയ കാര്യമില്ല. ഇല്ല, സത്യമായിട്ടില്ല സാർ. എനിക്കൊന്നും ഇപ്പം there's no going back. നമ്മൾ ഇനി ഏതായാലും പഴയ കാലത്തായിട്ട് ഒരിക്കലും തിരിച്ചു പോകാൻ പറ്റില്ല നമുക്ക്. അപ്പം ട്രസ്റ്റ് എന്നുള്ളൊരു സാധനം, ഇപ്പോൾ ആ വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രത്യേകം ചിന്തിക്കുവാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു ട്രസ്റ്റ് ചെയ്യാം, ഹൂ ടു ട്രസ്റ്റ് എന്നുള്ളൊരു ഒരു ക്വസ്റ്റ്യനാണ്. ഇൻ്റർനെറ്റ് പണ്ഡിതന്മാർ തൊട്ട് നമ്മുടെ റിയൽ ആളുകൾ വരെ, നമ്മൾ റിയൽ സയൻറ്റിസ്റ്റുകൾ വരെ സംസാരിക്കുന്നത് ഒരേ പ്ലാറ്റ്ഫോമിലാണ്, ഒരേ വോയിസിലാണ്. ചിലപ്പം അവർ സയൻറ്റിസ്റ്റുകൾ സംസാരിക്കുന്നതായിരിക്കാം ചിലപ്പോൾ ഒരു ഗുമ്മില്ലാത്ത രീതിയിൽ എന്ന രീതിയിലായിരിക്കാം. അപ്പം ഹൗ ടു ട്രസ്റ്റ്, എക്സ്പേർട്ട് പറയണതിനേക്കാളും അതിനെ പറ്റിയിട്ട് നരേറ്റ് ചെയ്യുന്ന ആളുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹൂ ടു ട്രസ്റ്റ്, എങ്ങനെ ഹൗ ടു ട്രസ്റ്റ്, ഹൂ ടു ട്രസ്റ്റ്? ഇന്നത്തെ കാലം നമ്മൾ ഇപ്പോൾ ഈ പുസ്തകത്തിൽ തന്നെ പറയുന്ന പോലെ ഒരു ആംബിഗിറ്റി ഓഫ് അൺഫിൽറ്റേർഡ് ഇൻഫർമേഷനിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ സോഴ്സസ് അറിയില്ല, അവരുടെ എക്സ്പെർട്ടി അറിയില്ല, അവരുടെ നോളജ് അറിയില്ല. ഇപ്പോൾ ഇത് പറയണ ആൾ അതിന് അതോറിറ്റി ഉള്ള ആളാണോ എന്ന് പോലും നമുക്കറിയില്ല. പക്ഷെ മുമ്പ് ഇപ്പോൾ ലിജിൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിൽ മുൻപ് പറയണ ആളുകൾക്ക് അതിനൊരു അതോറിറ്റി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഐൻസ്റ്റീൻ അദ്ദേഹത്തിൻ്റെ ഒരു തിയറി പറയുകയാണെങ്കിൽ അതിൽ ഡീപ്പ് ഡൈവ് ചെയ്ത് അതിൽ റിസർച്ച് ചെയ്ത് അതിൻ്റെ ഒരു റിസൾട്ടായിട്ട് വരണത് നമുക്കൊരു ഒരു വേ ഓഫ് കമ്മിങ് ഇൻ ടു ദാറ്റ് സൊല്യൂഷൻ. പക്ഷെ ഇന്ന് നമുക്ക് ഒരു അറിവില്ലാത്ത ആളുകൾക്ക് റാൻഡം ഇൻഫർമേഷൻ പിക്ക് ചെയ്ത് അതിനെ പറ്റിയിട്ടൊരു സ്റ്റോറി ഉണ്ടാക്കാം. അപ്പം നമ്മൾ പറയാനുള്ള ആ ഒരു ലെവൽ 1 നമ്മൾ സിസ്റ്റം 1 പറഞ്ഞ പോലെ എനിവൺ ക്യാൻ മേക്ക് എ സ്റ്റോറി. പക്ഷെ നമുക്ക് സ്റ്റോറി ഏതാ, അതിൽ റിയാലിറ്റി ഏതാ, അതിൽ ഇൻഫർമേഷൻ ഏതാ, നോളജ് ഏതാ ഒന്നും നമ്മൾ തിരിച്ചറിയണില്ല. അപ്പോൾ ഇതിലിപ്പോൾ ആരിനെ ട്രസ്റ്റ് ചെയ്യും എന്ന് പറയുമ്പോൾ നമ്മൾക്ക് നമ്മളെ തന്നെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ട്രൂ. കാരണം ഇത്രയും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഈ സമയത്ത് നമ്മൾ എടുക്കുന്ന ഇൻഫർമേഷൻ ആരുടേന്ന് എടുക്കണം നമുക്ക് വേണമെങ്കിൽ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അത് ഒരാളുടെ നിന്നാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സോഴ്സിൽ നിന്നാണെങ്കിൽ പോലും എത്രത്തോളം ഇൻഫർമേഷൻ നമുക്ക് വേണം, എത്രത്തോളം നോളജ് നമുക്ക് വേണം എന്നുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റാവുന്ന ആളുകളുണ്ട്. ഒന്ന്, നമുക്ക് നമ്മളെ ട്രസ്റ്റ് ഉണ്ടാവണം. രണ്ടാമത് ദർ നീഡ്സ് ടു ബി സം പീപ്പിൾ. ഇപ്പോൾ നമ്മൾ ആ ഒരു കളക്റ്റീവ് നോളജ് എന്നൊക്കെ പറഞ്ഞ പോലെ നമുക്ക് ഒരു കാര്യത്തെ പറ്റിയിട്ട് ഒരു ഗ്രൂപ്പ്, ഒരു കമ്മ്യൂണിറ്റിക്ക് ക്യാൻ ഹെൽപ്പ് യു. അല്ലെങ്കിൽ ഒരു പേഴ്സൺ വിത്ത് ഒരു എവിഡൻറ്റ് ഇൻഫർമേഷൻ ഉള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ എവിഡൻറ്റ് നോളജ് ആൻഡ് വിസ്ഡം ഉള്ള ആളുകൾക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അത് ഭയങ്കരമായിട്ട് ഈ ബുക്കിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു പേഴ്സൺ, ഇപ്പം നമ്മളെ ട്രസ്റ്റ് ചെയ്യാനായിട്ട് നാവിഗേറ്റ് ചെയ്യാൻ പറ്റാവുന്ന ആളുകളുണ്ടല്ലോ. ഇപ്പം ലിജിൻ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ഇപ്പം ഞാൻ ലിജിനെ ഒക്കെ യു ഡു ദിസ് എന്ന് പറയുന്നതിന് വരാം, അപ്പം ഞാൻ എൻ്റെ ഇൻഫർമേഷൻ ലിജിനായിട്ട് ചെയ്യും. പക്ഷെ നമ്മളൊരു കോച്ച് എന്നൊക്കെ പറയില്ലേ, കോച്ചിങ് അതിൻ്റെ ഒരു മീനിങ് തന്നെ യു ഫൈൻഡിങ് യു ആൻസർ യു ബൈ യുസെൽഫ്.
അപ്പം നമ്മൾ തന്നെ നമ്മളുടെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റാവുന്ന രീതിയിൽ അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാവുന്ന ആളുകൾ, എന്നാൽ അവർക്ക് അതിൽ ഒരു അതോറിറ്റിയും നോളജും എക്സ്പീരിയൻസും വിസ്ഡം ഉണ്ടെങ്കിൽ അത്തരം ആളുകളെ സെലക്ട് ചെയ്യാന്ന് പറയുന്നത്. അങ്ങനെ പറയുമ്പോഴത്തേക്കും ഞാൻ ചിന്തിക്കുമായിരുന്നു, എൻ്റെ ഞാൻ പുറകോട്ടൊന്ന് ഒന്ന് ഡ്രിൽ ഡൗൺ ചെയ്യുമായിരുന്നു. എന്താ ഞാൻ ഇത്ര നാൾ എങ്ങനെയാണ് ഇതിനെ ചെയ്തുകൊണ്ടിരുന്നത്, വിച്ച് ഇസ് ട്രൂ. ലൈക്ക് ഞാനാണെങ്കിലും ഇൻഫർമേഷൻ എടുക്കുമ്പോഴത്തേക്ക് ഓൾവേസ് ഐ ലുക്ക് അറ്റ് ദ പേഴ്സൺ. ഞാൻ ഒന്ന് റിസർച്ച് ചെയ്യും, നമ്മൾ എന്താണ് ഈ പേഴ്സൺ, വാട്ട് അതോറിറ്റി ഡു ദിസ് പേഴ്സൺ ഹാവ്. അതിപ്പം എല്ലാവരും സയൻറ്റിസ്റ്റ് ആണെന്നില്ല, അനുഭവങ്ങളിൽ നിന്ന് പറയുന്ന ആളുകളുണ്ട്. ഇപ്പം നമുക്ക് നമ്മുടെ പണ്ടാണെങ്കിൽ തന്നെയും ഒത്തിരി ആളുകളുണ്ടായിരുന്നു, പക്ഷേ ഒത്തിരി പഠിച്ചതോ അല്ലെങ്കിൽ ഒത്തിരി ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല, പക്ഷേ ദേ ഹാവ് ലിവിങ് നോളജ്. അതെ അതെ, അതും ഈസിയാണ് പറയാൻ, പക്ഷെ വീണ്ടും നമ്മൾ വീണ്ടും ഇത് കൺഫ്യൂഷനാണ്. ഇപ്പൊ നമുക്ക് ഇന്റർനെറ്റ്, ഇപ്പൊ നമ്മൾ ആ ഒരു ബിസിനസ് ഏരിയയിൽ നിൽക്കുന്ന കാരണം കൊണ്ട് ഇപ്പൊ എല്ലാവരും ബിസിനസ് കോച്ചസാണ്. എന്നാൽ അവരെന്തെങ്കിലും സക്സസ്ഫുൾ ആയിട്ട് ലൈഫിൽ നേടിയിട്ടുണ്ട്, ബിസിനസ് നേടിയിട്ടുണ്ട്, അതില്ല. എന്നാൽ അവർക്ക് അതിനുള്ള ഇൻഫർമേഷൻ ഉണ്ട്. ദേ ആർ ലൈക്ക് ലേണിംഗ്, അല്ലെങ്കിൽ ഒരു റാൻഡം വലിയ ബ്രാൻഡുകളുടെ കഥ അവിടെ നിന്ന് കളക്ട് ചെയ്തിട്ട് ദേ ആർ ഷെയറിങ് വിത്ത് പീപ്പിൾ. അപ്പോൾ അതൊരു ക്രെഡിബിലിറ്റി ഫാക്ടറാണ് അല്ലേ. ഇപ്പം നമ്മളൊരു ഇൻഫർമേഷൻ എടുക്കാൻ പോകുന്ന ആളുടെ അടുത്ത്, ഇപ്പം നമ്മളൊരു പേ കൊടുത്തിട്ട് ഇൻഫർമേഷൻ എടുക്കുകയാണെങ്കിൽ പോലും അയാൾ ലൈഫിൽ എത്രത്തോളം സക്സസ്ഫുൾ ആണ് എന്നുള്ളൊരു ഫാക്ടർ ഉണ്ടല്ലോ. ഇപ്പോൾ പൈസേനെ പറ്റിയിട്ട് ഒരാൾ നമ്മൾ ആജീവനാന്തം പഠിപ്പിക്കുകയാണെങ്കിലും അയാൾ ഫൈനാൻഷ്യലി സക്സസ്ഫുൾ ആവണല്ലോ. അതെ അതെ, വേണം, ഉറപ്പായിട്ടും അല്ലേ. ഇപ്പൊ അല്ലാണ്ട് നമുക്ക് ഇപ്പോൾ ഒരു ഇൻഫർമേഷൻ നമുക്ക് വേണ്ട, അയാൾ തരുന്ന ഇൻഫർമേഷൻ നമുക്ക് ChatGPT കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ഗൂഗിളിൽ കിട്ടും. പക്ഷേ ഒരു പ്രൂവൺ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് അതിൽ ട്രസ്റ്റ് ചെയ്യാം, അങ്ങനെ പറയുന്നത്. ഇപ്പൊ ആ ഒരു സേഫ് ഒപ്പീനിയൻ, ഇപ്പൊ നമ്മൾ ഇപ്പൊ വേറൊരു ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് ഇതിൽ പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഇൻഫർമേഷൻ ചോദിക്കുന്നത് എൻ്റെ അതേ ഒപ്പീനിയൻ ഉള്ള ആളുകളുടെ അടുത്താണെന്ന് വിചാരിക്കാം. അതിനൊരു ബബിൾ സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പൊ ബബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എൻ എക്കോ ഇൻ ദ ചേമ്പേഴ്സ്. നമ്മൾ ആ മുറിയുടെ ഉള്ളിൽ തന്നെ ഒരേപോലെ സംസാരിക്കുന്ന ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും നമ്മളൊരു ബയാസിലേക്ക് പോവാം, അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെ പ്രാക്ടിക്കലി നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ യു നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ പീപ്പിൾ വിത്ത് ആ ഒരു കറക്റ്റ് ഇൻഫർമേഷൻ ഉള്ള ആളുകൾ, അല്ലെങ്കിൽ നോളജ് ഉള്ള ആൾ, അല്ലെങ്കിൽ അത്രയും വിസ്ഡം ഉള്ള ആളുകളെ പറ്റി തെരഞ്ഞ് കണ്ടുപിടിച്ച് ഇറ്റ്സ് ഓക്കെ ടു ഹാവ് എ ചാറ്റ് വിത്ത്, അങ്ങനെ തീരുമാനിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത്. അപ്പോൾ എനിക്കൊന്ന് നമ്മളിപ്പോൾ റീൽ കണ്ട് ഇങ്ങനെ ചെയ്യാതെ ഒന്ന് കണ്ട് നമുക്ക്, ഇഫ് യു തിങ്ക് ദാറ്റ് ദർ ഇസ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ക്രെഡിബിലിറ്റി ഇൻ ദർ, സ്റ്റോപ്പ് ചെയ്യുക, ലുക്ക് ഇൻ ടു ദ പേഴ്സൺ, അക്കൗണ്ടിൽ കയറി നോക്കുക എന്താണ്, ഒന്ന് ഗൂഗിൾ ചെയ്യുക, സ്പെൻഡ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ടൈം ഇൻ ദാറ്റ് പേഴ്സൺ. എന്നിട്ട് അത് ഓക്കെ ആണ് എന്ന് തോന്നുവാണെങ്കിൽ മേ ബി ലിസൺ ടു ദാറ്റ് പേഴ്സൺ. അതായിരിക്കാം അതിൻ്റെ ഒരു കറക്റ്റ് വേ. ഇപ്പോൾ ഞാൻ സിംപ്ലി പറയുകയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരാൾ ഒരു പ്രൊഫസറിനെ പറ്റി പറയായിരുന്നു. ഇപ്പോൾ അദ്ദേഹം പറയണത് ഇപ്പോൾ കറൻറ്റ് ഇപ്പോഴത്തെ ഒരു വാറ് അല്ലെങ്കിൽ ഈ സിറ്റുവേഷൻ എല്ലാം പ്രഡിക്റ്റ് ചെയ്തിട്ടുള്ള ആൾ, ഹി വാസ് എ ഹിസ്റ്റോറിയൻ, ഹീസ് എ പ്രൊഫസർ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ ആൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വെറുതെ എനിക്ക് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ഐ വാസ് സോർട്ട് ഓഫ് ഡീപ് ഡൈവിങ് ഇൻ ടു ദിസ് പേഴ്സൺ. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ 1-2 വീഡിയോസ് കണ്ടു. അദ്ദേഹം ഒരു വെൽത്ത് ക്രിയേഷനെ പറ്റിയിട്ടൊരു വീഡിയോ ഉണ്ട്. ഞാനത് ഒത്തിരി വായിച്ചിട്ടും പഠിച്ചിട്ടും ഞാനൊരു കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ. അപ്പോൾ അദ്ദേഹം അതിനെ എങ്ങനെ കാണുന്നത് എന്ന് അറിയാനായിട്ട് ഞാൻ അതിലൊന്ന് ഡീപ്പ് ഡൈവ് ചെയ്ത് നോക്കി. അപ്പോൾ അദ്ദേഹം പറയണ പേഴ്സ്പെക്റ്റീവിന് ഒരു റിയാലിറ്റി ആയിട്ട് ബന്ധമില്ല. നമുക്കത് കേൾക്കുമ്പോൾ അറിയാം വെരി ഒരു സ്ട്രീം ലൈനിലേക്ക് അയാളുടെ ഐഡിയോളജീനെ കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക് തോന്നാം. അങ്ങനെ തോന്നി. പക്ഷെ പിന്നെ നമുക്ക് ഡീപ്പ് ഡൈവ് ചെയ്ത് നോക്കുമ്പോൾ ബേസിക്കലി ഹീസ് നോട്ട് എ പ്രൊഫസർ. പുള്ളി തന്നെ നമ്മളൊരു അമേരിക്കൻ ഒരു കാപ്രിയോ ഒരു ജഡ്ജ്, ഒരു TV ഷോ ആക്ച്വലി ഹീസ് നോട്ട് എ ജഡ്ജ്, പക്ഷെ പുള്ളി ഈസ് എൻ ആക്ടർ. അപ്പൊ ആളുകൾ ഇപ്പൊ CV ഇതേക്കുന്നത് ഹീസ് എ ജഡ്ജ് ആണല്ലോ, റിയൽ ജഡ്ജ് ആണല്ലോ. അപ്പൊ അതുപോലെയാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു ബ്രാൻഡ് ആക്കിയിട്ട് വെച്ചേക്കണതാണ് ഇദ്ദേഹത്തിന്റെ പേര് വെച്ചിട്ട് പ്രൊഫസർ സം എന്ന് പറയുന്നത് സംപേരില്. അപ്പോൾ എനിക്കതിൽ പിന്നെ ഞാൻ അയാളെ പറ്റി കൂടുതൽ ഡീപ് ഡൈവ് ചെയ്യുമ്പോൾ അതിലൊരു ക്രെഡിബിലിറ്റി ഇല്ല. അപ്പോൾ നമ്മളൊരു ബിലീവബിലിറ്റി എന്നൊക്കെ പറയില്ലേ, ഇദ്ദേഹത്തിന് എന്തിലാണ് ഇങ്ങനെ പറയാൻ പറ്റുന്നത്. അവിടെ നമുക്ക് അയാളുടെ ട്രസ്റ്റ് പോവാണ്. പക്ഷെ അദ്ദേഹത്തിന് ഫോളോ ചെയ്യുന്ന മില്യൺസ് ഓഫ് ആളുകൾ വേറെ ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ആ ഒരു ക്രെഡൻഷ്യൽ ഫാക്ടേഴ്സ് എപ്പോഴും ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ നാളെ ലിജിൻ ഓടാൻ പോകാൻ എന്നെ പഠിപ്പിക്കുകയാണെങ്കിൽ യു നീഡ് ടു ഹാവ് സം എവിഡൻസ് ദാറ്റ് യു ഹാവ് ഡൺ ദാറ്റ് ഇൻ യുവർ ലൈഫ്. അല്ലെങ്കിൽ നമ്മളൊരു ചുമ്മാ റാൻഡം ഇൻഫർമേഷൻ എടുത്ത് മറ്റുള്ള ആളുകളെ അങ്ങനെ ചെയ്യണതല്ലല്ലോ. അതെ അതെ, അതിൻ്റെ ഒരു ഇതും നമ്മൾ അറിയില്ലാത്ത കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യാറ് ആളുകൾക്ക് ദർ ഇസ് എ പ്രോബ്ലം. ലൈക്ക് നമ്മൾ അതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകത്തില്ല. അപ്പോൾ അത് വെച്ചിട്ട് ആളുകൾ ലൈഫിൽ ചേഞ്ചസ് വെക്കാൻ ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എപ്പോഴും ദർ വിൽ ബി എ പ്രോബ്ലം. ശ്യാമേ, നമുക്ക് ഇപ്പം എങ്ങനെ ഹൗ ക്യാൻ വി സോൾവ് ദിസ്? ഇതൊരു മാസീവ് ഇഷ്യൂ ആണ്. ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ മക്കൾ ആ ഒരു ജനറേഷനിൽ ദേ ഗോണ സ്റ്റാർട്ട് ഇൻ ദിസ്.
നമുക്ക് ഒരു ബുക്കുള്ള ഒരു യുഗത്തിൽ നിന്നാണ് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നത്. അപ്പോൾ വി നോ ടു ഗോ ബാക്ക്, വി നോ ടു ലേൺ ഫ്രം ദാറ്റ്. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു മിനിമൽ ഇൻഫർമേഷനിലും ജീവിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെയല്ല. അവർ ആ ഒരു എന്താ പറയുക, ഇൻഫർമേഷൻ ബൊംബാർഡ്മെൻറ്റിൽ നിന്നാണ് ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ആ ഇൻഫർമേഷൻ കുറഞ്ഞൊരവസ്ഥയെ കുറിച്ച് ചിന്തിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ വാട്ട് ഈസ് ദ റൈറ്റ് വേ ടു ലുക്ക് അറ്റ് ഫോർ യങ്സ്റ്റേഴ്സ്? എനിക്കൊന്നും ഇത് ഏറ്റവും റെലവൻറ്റ് യങ്സ്റ്റേഴ്സിനാണ്. അത് എങ്ങനെയായിരിക്കും അവർക്ക് ഒരു റൈറ്റ് പാത്ത് വേ ഫോർവേഡ്? ഇപ്പോൾ ഇന്നത്തെ കാലത്തിന് പറയണത് ദ ഇറ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് കോൺവെർസേഷൻ എന്ന് പറയുന്നത്. നമുക്കൊരു ടോപ്പിക്കിനുണ്ടെങ്കിൽ ഈവൻ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ അതിൻ്റെ അടിയിൽ നമുക്കൊരു 100 പേര് അതിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 100 ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് കാണാം അല്ലേ. പക്ഷേ ഐ തിങ്ക് പേഴ്സണലി ഐ തിങ്ക് ഇറ്റ്സ് ഓക്കെ ടു നോ അബൌട്ട് ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സ്. പക്ഷേ നമ്മൾ എവിടെ ഫിക്സ് ചെയ്യണം എന്ന് നമ്മൾ തീരുമാനിച്ചാൽ മതി. അപ്പോൾ അതേപോലെ തന്നെ ഐ തിങ്ക് അതിന് നമുക്ക് നമ്മളുടേതായ ഒരു ഫിലോസഫി ഉണ്ടായിരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ എനിക്ക് പേഴ്സണലി ഞാനൊരാളെന്നെ വിശ്വസിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ എങ്ങനെ ആയിരിക്കണം ഞാൻ കളക്ട് ചെയ്യണമെന്നുള്ള എനിക്ക് എൻ്റേതായ സ്ട്രാറ്റജി ഉണ്ട്. ഇപ്പോൾ നമുക്ക് കുട്ടികളുടെ അടുത്ത്, ഇപ്പോൾ ഞാൻ എൻ്റെ മക്കളെ ആണെങ്കിൽ പോലും നമ്മൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഗൈഡ് ചെയ്യാവുന്ന ഒരു വേ ഓഫ്, ഇപ്പം നമ്മൾ ഇവിടുത്തെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം അതിനെ കുറച്ച് സപ്പോർട്ടീവ് ആണ്. കാരണം അവരുടെ ഇഷ്ടം എന്താണ്, അവരുടെ ദ ടീച്ചേഴ്സ് ഗൈഡ് ടു ഫൈൻഡ് ദംസെൽവ്സ് ഇൻ ദം. അവരുടെ ഉള്ളിലുള്ള അവരുടെ പവറിനെ തന്നെ കണ്ടുപിടിക്കാനാണ് നോക്കുന്നത്. അല്ലാണ്ട് ഒരു ഐഡിയോളജിയോ ഒരു തോട്ടോ ഒന്നും അവരിൽ ആഡ് ചെയ്യണില്ല. അപ്പോൾ അത് നമുക്ക് ഒരു ഇഫ് യു നോ ദ ക്ലാരിറ്റി, ഇപ്പം നമുക്ക് എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ഏത് ഡയറക്ഷനിലേക്ക് നമ്മുടെ വണ്ടി പോകണമെന്ന് നമുക്ക് അറിയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് അവിടെ നിന്ന് അതിനെ പറ്റിയിട്ട് പറഞ്ഞു തുടങ്ങാൻ പറ്റുമായിരിക്കും. അപ്പോൾ ആ ഒരു ബേസിക് ഒരാളിലുള്ള ഒരു പേഴ്സണാലിറ്റി, അല്ലെങ്കിൽ ഒപ്പം തന്നെ ആ ഒരു ബിലീവബിലിറ്റി ഇൻ അതേഴ്സ്. ഞാൻ ഉപയോഗിക്കേണ്ടത് അങ്ങനെയാണ്. ഒരാളെന്നെ പറ്റിയിട്ട് ഞാൻ അയാളുടെ നിന്ന് വെരി ട്രസ്റ്റഡ് ഇൻഫർമേഷൻ എടുക്കുന്നത്, അയാളുടെ ഒരു പേഴ്സണാലിറ്റി എന്താണ്, അയാളുടെ ഒരു ഹിസ്റ്ററി എങ്ങനെയാണ്, അപ്പോൾ അയാളുടെ ഒരു ബിലീവബിലിറ്റി എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഉണ്ട്. അപ്പോൾ അയാളെ നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്നതാണോ, ഒരു ട്രസ്റ്റബിലിറ്റി, ഒപ്പം തന്നെ അയാളൊരു എംപതി ഉള്ള ഒരാളാണോ, അതിൽ നിന്നൊക്കെ നമുക്ക് ആ ഒരു നോളജ്, ഇൻഫർമേഷൻ, വിസ്ഡം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. ഇനിയും കുട്ടികൾക്ക് ഉണ്ടാവാൻ പോകണം, പുതിയ ജനറേഷൻ ഉണ്ടാവാൻ പോണത് ടു മച്ച് ഇൻഫർമേഷൻ തന്നെ ആയിരിക്കും. ആരോ ഇൻഫർമേഷൻ ഓവർലോഡ്, ബോംബാർഡ്മെന്റ് ഓഫ് ലോഡ് ഓഫ് ഇൻഫർമേഷൻ. പക്ഷേ ഐ തിങ്ക് ഇറ്റ്സ് ഓൾ അബൌട്ട് നമുക്കൊന്ന് വെയിറ്റ് ആൻഡ് സീ ചെയ്തിട്ട് വരെയായിരിക്കാം. ആ ഒരു പ്രത്യേകിച്ച് ഒരു AI ഒക്കെ ഇങ്ങനെ ഇറങ്ങി വരണ സമയത്ത്. ഇതിൻ്റെ ഒരു മുമ്പിലത്തെ ഒരു ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ ആയിരുന്നു. സോ യു ഹാവ് 100 സെർച്ച് റിസൾട്ട്സ് ആൻഡ് യു ജസ്റ്റ് ഹാവ് ടു ഫൈൻഡ് ദ റൈറ്റ് വൺ. നമ്മൾ ലൈബ്രറി പോകുന്ന പോലെ തന്നെ 10 ബുക്ക് ഉണ്ടാവും ഒരു ഇതിനെക്കുറിച്ച്. യു ജസ്റ്റ് ഫൈൻഡ് ദ വൺ ആൻഡ് യു ജസ്റ്റ് ഗോ വിത്ത് ദാറ്റ്. അങ്ങനെയാണ്. പക്ഷെ ഇനിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരങ്ങളാണ് വരാൻ പോകുന്നത്, ഒറ്റ ഉത്തരം വരാൻ പോകുന്നത്. ആൻഡ് യു മേ ഹാവ് ടു ബിലീവ് ഇറ്റ് ഓർ യു മേ നോട്ട് ഹാവ് ടു ബിലീവ് ഇറ്റ്. ആസ് പെർ ഡേവിഡ് വെൻബർഗ്, ദ ബെസ്റ്റ് തിങ് ടു ഡു ഇസ് ടു ഗോ ബാക്ക് ടു പീപ്പിൾ. ലൈക്ക് അത് എവിടെ നിന്ന് വരുന്നു, ആര് പറഞ്ഞു. ബിക്കോസ് ദർ ഇസ് ഓൾവേസ് എ പേഴ്സൺ ഓർ ദർ ഇസ് ഓൾവേസ് എ റീസൺ വൈ ഇറ്റ്സ് ബീൻ ടോൾഡ്. ലൈക്ക് ആ ആൻസറിന് ഒരു സോഴ്സ് ഉണ്ടാവും. ആ സോഴ്സിലേക്ക് പോവുക, ആ സോഴ്സിൻ്റെ ക്രെഡിബിലിറ്റി ചെക്ക് ചെയ്യുക, ആ സോഴ്സിൻ്റെ അവരുടെ ഒരു അധികാരം എന്താണ്, ഇത് പറയാനുള്ള അധികാരം എന്നുള്ള ചെക്ക് ചെയ്യുക. അതിനുശേഷം മാത്രമാണ് നമ്മൾ ആ ഇൻഫർമേഷൻ ടേക്ക് ഇൻ ചെയ്യാവുള്ളൂ. അതെ. ഐ തിങ്ക് ഇറ്റ്സ് ഓൾവേസ് വൈസ് ടു നോ ദ ഫിൽട്ടർ. അപ്പോൾ അതിൽ പറയണ പോലെ പണ്ട് ആ എഡിറ്റർ ഫിൽട്ടർ ചെയ്തായിരുന്നു ഏതൊക്കെ ഇൻഫർമേഷൻ നമ്മുടെ കയ്യിലേക്ക് എത്തണം എന്നുള്ളത്. ഇപ്പം നമ്മളുടെ കയ്യിലാണ് ആ ഫിൽട്ടർ. യൂസ് ഇറ്റ് വൈസ്ലി. അപ്പം നമുക്ക് ഓക്കെ ദിസ് ഈസ് വാട്ട് ഐ വോണ്ട്. അപ്പം നമുക്ക് ഇൻഫർമേഷൻ്റെ കുറവ് കൊണ്ട് ഇനി ലോകത്ത് മനുഷ്യന് കുഴപ്പങ്ങൾ വരില്ല. പക്ഷെ മനുഷ്യന് ബുക്ക് പറയണത് തന്നെ ആ ഹ്യൂമൻ കണക്ഷൻ ഇല്ലാത്തത് കൊണ്ട്, ഒരു റൈറ്റ് പേഴ്സൺ സംസാരിക്കാനില്ലാത്തത് കൊണ്ടാണ് ഇനി അങ്ങോട്ടുള്ള കാലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ. കാരണം ഇൻഫർമേഷൻ ഫ്രീലി അവൈലബിൾ ആണ്, എന്തിനെ പറ്റിയിട്ടും ഫ്രീലി അവൈലബിൾ ആണ്. പക്ഷേ അതിൻ്റെ ഒരു ഇങ്ങേ സൈഡ് നോക്കുമ്പോൾ ഇപ്പം നമുക്ക് അതിനെ പറ്റിയിട്ട് നമുക്ക് നമ്മുടെ തന്നെ എക്സ്പീരിയൻസിൽ നമുക്ക് പറയാൻ പറ്റും. ഇപ്പം നമ്മൾ ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ഡയറക്റ്റ്ലി ഹാൻഡിൽ ചെയ്യണ കേൾക്കണ സ്റ്റോറീസ് എന്ന് നമുക്ക് മനസ്സിലാകാം. അത് ആളുകൾക്ക് ഇൻഫർമേഷൻ അല്ല വേണ്ടത്. അപ്പം ദേ ആർ മിസ്സിങ് എ പേഴ്സൺ, മിസ്സിങ് ആ ഒരു പീപ്പിൾ എന്ന് പറയുന്ന സംഭവം അല്ലേ? അതെ, ഉറപ്പാണ്. എനിക്കൊന്നും അതായിരിക്കാം ആളുകൾക്ക് ഇൻഫർമേഷൻ. പിന്നെ അതിനകത്ത് വേറെ സൈഡും ഉണ്ട്. ആളുകൾക്ക് ഇൻഫർമേഷൻ കിട്ടിക്കഴിയുമ്പോൾ ഓർക്കും ഓക്കെ ഞാൻ എല്ലാം തികഞ്ഞു, എനിക്ക് വേറെ ആളുടെ ആവശ്യമില്ല. പക്ഷേ ഇൻഫർമേഷൻ കിട്ടുന്നത് അവസാനിക്കണില്ല. ഇല്ല, അതല്ല. നമ്മളിപ്പോൾ നമുക്ക് പണ്ടത്തെ ടീച്ചർ വേണമായിരുന്നു, ഇപ്പോൾ ടീച്ചർ വേണ്ട. ഇപ്പം നമുക്ക് എല്ലാം ഇപ്പം AI കൂടി വന്നപ്പോൾ നമുക്ക് ഒരാൾ ലെക്ചർ ചെയ്ത് തരുന്ന പോലെ നമുക്ക് കാര്യം പറയാൻ പറ്റും. പക്ഷേ there is a gap. ആ ഒരു ഗ്യാപ്പ് എപ്പോഴും ആ ഒരു ഹ്യൂമൻ കണക്ഷൻ ആണെന്നാണ് ഈ ബുക്ക് വന്ന് കൺക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഗോ ബാക്ക് ടു ദി ഹ്യൂമൻ കണക്ഷൻ, ദാറ്റ്സ് ദേ. അപ്പോൾ അതായിരിക്കാം നിങ്ങൾ ഇപ്പോൾ ഒരു യങ്സ്റ്റർ ആണ് എന്നുണ്ടെങ്കിൽ ദ റൈറ്റ് വേ ടു ഡു ഇറ്റ്. ഡോണ്ട് ഇഗ്നോർ ദാറ്റ്. നമുക്കത് ഇൻഫർമേഷൻ അവൈലബിൾ ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫർമേഷൻ റൈറ്റ് ആവണം നിർബന്ധമില്ല. ഇങ്ങനെ പറയാതിരിക്കാം, ചിലപ്പോൾ ആ ഇൻഫർമേഷൻ നോളജ് ആവേണ്ടത് ഇൻഫർമേഷൻ ആയിരിക്കത്തില്ലായിരിക്കാം. അത് നിങ്ങളുടെ വിസ്റ്റമായി തീരേണ്ട ഇൻഫർമേഷൻ ആയിരിക്കത്തില്ലായിരിക്കാം. സോ യു കുഡ് സീക്ക് ഹെൽപ്പ്.
ഫ്രം എ പേഴ്സൺ ഹു യു തിങ്ക് ഈസ് ട്രസ്റ്റ് വർത്തി. അതെ, പിന്നെ ആ ഒരു എംപതി വേർഡ് ഇതിൽ വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നമ്മളുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി നമ്മളെ ഗൈഡ് ചെയ്യണ ഒരാളെന്ന് പറയുന്നത്. അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. കാരണം ഇപ്പം നമുക്ക് ആളുകൾ അല്ല, ഇപ്പോൾ റീസെൻ്റ്ലി വന്ന റിപ്പോർട്ട് റിപ്പോർട്ട് അനുസരിച്ചിട്ട് മനുഷ്യൻ അവൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണ് കൂടുതലും ChatGPT ചോദിക്കുന്നത്. ആ ഒരു പേഴ്സണൽ കാര്യങ്ങൾക്ക് പോലും നമുക്കൊരു മെഷീനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരികയാണ്. അത് മെഷീന് ലോജിക്ക് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ആ ഫിൽട്ടർ ചെയ്ത ഡാറ്റ മാത്രമേ ഉള്ളൂ. ഇറ്റ് ഹാസ് നോ ഇമോഷൻ. അപ്പോൾ അതൊന്ന് നമ്മൾ തിങ്ക് ബാക്ക് ചെയ്യേണ്ട സമയമല്ല. കാരണം നമുക്ക് ഇപ്പോൾ ലിജിൻ നേരത്തെ ചോദിച്ച ചോദ്യം കൺക്ലൂഡ് ചെയ്യാൻ എങ്ങനെയായിരിക്കും, ആ ഒരു കുട്ടികളുടെ അടുത്താണെങ്കിലും യു നീഡ് ടു ടീച്ച് ദം ഹൗ ടു കണക്ട് വിത്ത് ഹ്യൂമൻ ബീയിങ്. അപ്പോൾ നമ്മൾ ആ ഒരു വീട്ടിലിരുന്ന് നമുക്കൊരു ലാപ്ടോപ്പോ ഫോണോ ഉണ്ടെങ്കിൽ എല്ലാ ഇൻഫർമേഷനും നമ്മുടെ കയ്യിലേക്ക് വരും. പക്ഷേ അതിൽ എന്ത് ഇൻഫർമേഷനാണ് നമുക്ക് വേണ്ടതെന്ന് ചിലപ്പോൾ ഒരു മനുഷ്യനെ സഹായിക്കാൻ പറ്റുള്ളൂ. അവസാനം മനുഷ്യൻ ജയിച്ചു എന്ന് പറയില്ലേ ശാസ്ത്രം. എന്താ പറയുക, ഒരു ടൈംലി ഡിസ്കഷൻ എനിക്ക് തോന്നുന്നു. നമ്മൾ ഇപ്പോൾ അതിനെക്കുറിച്ച് ഒത്തിരി കേൾക്കുന്നുണ്ട്, ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഉള്ള കാര്യങ്ങളെക്കുറിച്ച്, ഈ ഫോൺ അഡിക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട്. എനിവേ, നിങ്ങൾക്ക് ഈ ഡിസ്കഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ. ആൻഡ് നിങ്ങളൊക്കെ ഒരു യങ്സ്റ്റർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്, ആൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്നെങ്കിൽ അവർക്ക് ഇതൊരു ഉപകാരമായിരിക്കും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ പാട്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഇതിട്ടേക്കാം, ലിങ്ക് ഇട്ട് കഴിഞ്ഞാൽ താഴെ ഞങ്ങൾ ലിങ്ക് ഇട്ടുതരാം. അപ്പോൾ താങ്ക് യു ഫോർ യുവർ ടൈം. അപ്പോൾ അടുത്ത ബുക്കായിട്ട് കാണുന്നവരെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ട് ബുക്കിൽ നിന്നുണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് സീ യു നെക്സ്റ്റ് ടൈം. ബൈ.